മതി, നമുക്കത്രേ ആവുള്ളൂ. അത് മുറിക്കുകയും ചെയ്യില്ല. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് ബീഫ് വാങ്ങിക്കൊണ്ടേ. കൊറേ ആയി ബീഫ് വാങ്ങാത്. പിള്ളേർക്കെല്ലാം ബീഫ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പൊ ഇവരാങ്ങനെ ജാതിയൊന്നും മുറിക്കൂല്ല, തൊടുകൂല്ല, ഒന്നും ചെയ്യില്ല. ഞാൻ നാട്ടണം വന്നാൽ അച്ഛനമ്മയും മുറിക്കൂല. അവർക്ക് കുറച്ച് മീൻ വാങ്ങി. അത് ഇടക്ക് തിന്ന പറയില്ല, നോക്കിട്ട് ടേസ്റ്റ് നോക്കിട്ട് തിന്ന പറയില്ല. എന്തായാലും ഇതെല്ലാം മുറിച്ച് വെച്ചിട്ടില്ല. കുറച്ച് വലിയ വർഷം ആയിപ്പോയോ എന്ന് സംശയം. നമുക്ക് മുറിക്കാൻ നേരത്തെ പറ്റൂല്ലേ. അപ്പൊ ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിലിട്ടിട്ട്. അതെ, ആ കുക്കർ എടുത്താ ഇങ്ങോട്ട്. കുക്കർ എടുക്ക്. അല്ലപ്പോ കുക്കറിന് പറഞ്ഞിട്ട് കുറെ സമയമായില്ല. ഓയ്, സമയം വൈകിയാ ഇപ്പൊ ചോറ് കഴിക്കാനായി. വിശന്ന് നിൽക്കാനില്ല. ഞാൻ എല്ലാം റെഡിയാക്കിയാ. അപ്പൊ നമ്മുടെ ബീഫിലേക്ക് ചേർക്കുന്ന ചേരുവകൾ പറയാം. കുക്കറിലാക്കുന്നു, പെട്ടെന്നാക്കാം. അപ്പൊ നമ്മുടെ പച്ചമുളകുണ്ട്, തേങ്ങാക്കൊത്ത് അരിഞ്ഞതുണ്ട്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, നമ്മുടെ വലിയ സവാള, കറിവേപ്പില. ഇത് പെട്ടെന്ന് പരിപാടി നോക്കാം. അത് കുക്കർ എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ എടുക്കറാ. ഉപ്പ് എടുത്തിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടാ. പക്ഷോ വെളിച്ചെണ്ണ ഉപ്പ് എടുത്തിട്ട് വേഗം പോയിട്ട് അങ്ങോട്ട് ആദ്യം കുറച്ച് പച്ച വെളിച്ചെണ്ണ വയ്ക്കാൻ. ഞാൻ എൻ്റെതായ രീതിയിലാണ് വെക്കുന്നേ. അപ്പൊ അത് ഉണ്ടാവും. അമ്മ ഇതിന്റെ കുക്കറിനല്ല. നമ്മുടെ ബീഫ് കരളാ, കരളി, കരളിന്റെ കരളി. അടുത്ത് കുറച്ച് ഉപ്പിടാ. അച്ചു കല്ലുപ്പിടോള. അടുത്ത് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, തേങ്ങാക്കൊത്തെല്ലാം വറുത്തെടുക്കാൻ സമയമില്ല, ഇങ്ങനെ ഇട്ടേക്കാം. വെളുത്തുള്ളി, നമ്മുടെ വലിയ സവാള, നമ്മുടെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം അമർത്തി കുഴച്ചെടുക്കണം. മയപ്പെടുത്തണം, മയപ്പെടുത്തണം. നല്ല മണമില്ല. ഇപ്പൊ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ പൊടികൾ ചേർക്കാം. നക്ഷോ, പൊടി കൊണ്ടോ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി, രണ്ടും ഇടാ. ഇത് ഏതിന് മുളകാണ്. കുറച്ച് ഗരം മസാല വേണം. ഇത് കുറച്ച് മുളക് പൊടിയാണ്. കുറച്ച് ഗരം മസാല. പല്ലും കൂടി നല്ല വൃത്തി കുഴച്ചെടുത്തിട്ടുള്ള. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ടേ. അപ്പൊ കുറച്ചും കൂടി വെള്ളം പറ്റാനുണ്ട്. എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് ചോദിക്കാം. കുറച്ചും കൂടി കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. കുറച്ച് കറിവേപ്പില കൊടുക്കുക.
കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് കുറഞ്ഞു വേണി, കുറച്ച് കല്ലുപ്പ് ഇട്ടു. നക്ഷോ ചാറ് വെള്ളം പൊള്ളും നഷ്ടപൊടി നമുക്ക് ഇവിടെ പോയി. അങ്ങനെ നമ്മുടെ കുക്കർ ബീഫ് വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. പറ്റ ചാറുണ്ട്. അപ്പം ഇനി ചോറ് വയ്ക്കാൻ പെട്ടെന്നാവും കേട്ടോ കുക്കറിലിട്ടാക്കിയത്. അപ്പം ഇന്നത്തെ ചോറ് വയ്ക്കാൻ ആദ്യം നമ്മുടെ ബീഫ് കറി. നഷ്ടോ പറയണേ, തിന്നിട്ട് തരാം കേട്ടാ. ആവല്ലേ, തിന്നിട്ട് തരാം. നമുക്ക് അനക്കോട് വളമ്പേ. പറ്റ ചാറ് വന്നു. അത് ചാറ് വേണോടാ, ചാറ് വേണോ? ഇപ്പൊ നല്ല നാരങ്ങ അച്ചാറുണ്ട്. ചൂടിയാക്കട്ടാ. സാധനം ഉണ്ടേ, ഇത് വൈകുന്നേരം കഴിക്കാം. ലതി അച്ഛനും അമ്മയൊന്നും കഴിക്കൂല. അവര് മീൻകറി കൂട്ടി ചോറ് കഴിച്ചു. നമ്മൾ കഴിക്കാൻ വൈകി അല്ലേ അതല്ലേ. അപ്പൊ ഞാനും കൂടെ ഇരിക്കാം. നോക്കട്ടെ. കഴിച്ചുവാ. എന്തുണ്ട് കഴിച്ചിനാ? കഴിച്ചുവാ. നമ്മളെ കഴിച്ചോടാ. ബീഫ് കഴിച്ചുവാ. ഞാൻ കഴിക്കാം. അത് നമ്മുടെ ബീഫിന്റെ ഒരു കഷ്ണം. നമ്മൾ സൂപ്പറായിട്ട് എളുപ്പത്തെ പണി തയ്യാറയോട്ടാ. ബീഫ് വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു 6-7 മാസമായി കേട്ടാ. ഇടയ്ക്ക് ഇവര് പറയും ബീഫ് വാങ്ങിക്കോ, വാങ്ങിച്ചാൽ തന്നെ വർഷം അതൊന്നും ആരും തിന്നൂല. നഷ്ടം എന്താ? നമ്മള് കഷ്ണം തരാം. ഒരു കഷ്ണം കുറച്ച് ചോറ്. ആ തേങ്ങാക്കൊത്ത കൊണ്ട് കടിക്കുന്നുണ്ടല്ലോ, അപ്പം വേറെ ലെവല്. കഷ്ണമാണോ? പറയണേ. അച്ചു അച്ചു ആടെ ഉണ്ട് അത്രേ. ചമച്ച് തിന്നോ? എന്താണ് എന്നാ പിന്നെ നമ്മ കഴിക്കട്ടെ, ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ, അവര് തകർത്ത
ഉം.